ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്നയുടെ പിതാവ് സമർപ്പിച്ച പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം CJM കോടതി ഉത്തരവ്. മുദ്രവെച്ച കവറിൽ പിതാവ് സമർപ്പിച്ച തെളിവുകൾ കോടതി CBIക്ക് കൈമാറി. ജസ്ന തിരോധാന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച CBI നടപടിക്കെതിരെയാണ് പിതാവ് ജെയിംസ് ജോസഫ് കോടതിയെ സമീപിച്ചത്. പല മേഖലകളിലും CBI സംഘം അന്വേഷണം നടത്തിയിരുന്നില്ല എന്നതായിരുന്നു ജസ്നയുടെ പിതാവിന്റെ വാദം. തന്റെ സമാന്തര അന്വേഷണത്തിൽ CBI കണ്ടെത്താത്ത പല തെളിവുകളും ലഭിച്ചുവെന്നും ജെയിംസ് കോടതിയിൽ അവകാശപ്പെട്ടു. കോടതി നിർദ്ദേശപ്രകാരം ഈ തെളിവുകൾ മുദ്രവെച്ച കവറിൽ ജെയിംസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് CBIയുടെ കേസ് ഡയറി തിരുവനന്തപുരം CJM കോടതി വിളിച്ചു വരുത്തിയത്. ജെയിംസ് സമർപ്പിച്ച തെളിവുകളും CBIയുടെ കേസ് ഡയറിയും വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് തുടരന്വേഷണത്തിനുള്ള കോടതിയുടെ നിർദ്ദേശം. ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ താൻ കണ്ടെത്തിയെന്നും മകളുടെ തിരോധാനത്തിൽ ഈ സുഹൃത്തിന് ബന്ധമുണ്ടെന്നും ജെയിംസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകാറുണ്ടായിരുന്ന പ്രാർത്ഥനാ കേന്ദ്രം സംബന്ധിച്ചും ജെയിംസ് കോടതിയിൽ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഈ തെളിവുകൾ മുൻനിർത്തി തുടരന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI കേസന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിലും തെളിവുകളില്ല എന്നായിരുന്നു CBIയുടെ വാദം. കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈകാതെ CBI സംഘം തുടരന്വേഷണം ആരംഭിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.